പി.സി. ജോർജ് സ്വന്തം പാർട്ടിക്കും മുന്നണിക്കുമെതിരെ പ്രവർത്തിച്ചെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരനും എം.എൽ.എ സ്ഥാനത്തു നിന്ന് ജോർജിനെ അയോഗ്യനാക്കണമെന്ന ഹർജിയിൽ സ്പീക്കർക്ക് മുന്നിൽ നടന്ന സാക്ഷ്യവിസ്താരത്തിലാണ് ഇരുവരും ജോർജിനെതിരായ നിലപാട് സ്വീകരിച്ചത്. ജോർജ് മുന്നണിയിൽ തുടരാൻ അർഹനല്ലെന്ന് വി.എം. സുധീരൻ പറഞ്ഞു. അരുവിക്കരയിൽ സ്വന്തം പാർട്ടിക്കും മുന്നണിക്കുമെതിരായാണ് ജോർജ് പ്രവർത്തിച്ചതെന്ന് മുഖ്യമന്ത്രി മൊഴി നൽകി. ടി.എൻ. പ്രതാപൻ എം.എൽ.എയെയും സ്പീക്കർക്ക് മുന്നിൽ വിസ്തരിച്ചു. പി.സി. ജോർജിന്റെ ആവശ്യപ്രകാരമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരനെയും സാക്ഷികളാക്കിയതെങ്കിലും ഇരുവരും ജോർജിനെതിരെ ശക്തമായ നിലപാടാണ് വിസ്താരവേളയിൽ സ്വീകരിച്ചത്. ജോർജ് മുന്നണിക്കും സ്വന്തം പാർട്ടിക്കുമെതിരായ നിലപാട് സ്വീകരിച്ചെന്നും ഇരുവരും പറഞ്ഞു. അരുവിക്കരയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി പ്രവർത്തിച്ച പി.സി. ജോർജ് മുന്നണി വിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയതെന്ന് മുഖ്യമന്ത്രി മൊഴി നൽകി. ബജറ്റ് അവതരണ വേളയിൽ യു.ഡി.എഫിന് അനുകൂലമായി ജോർജ് വോട്ട് ചെയ്തില്ലേ എന്ന ചോദ്യത്തിന് അന്ന് പ്രതിപക്ഷം വോക്കൌട്ട് നടത്തിയതിനാൽ വോട്ടെടുപ്പ് നടന്നില്ലെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. കോൺഗ്രസിലായിരുന്നെങ്കിൽ ജോർജിനെ എന്നേ പുറത്താക്കുമായിരുന്നെന്ന് വി.എം. സുധീരൻ പറഞ്ഞു. അരുവിക്കരയിൽ കണ്ടത് പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ അങ്ങേയറ്റമാണ്. കേരള കോൺഗ്രസ് സെക്യുലർ പാർട്ടി പുനരുജ്ജീവിപ്പിച്ച കാര്യവും സുധീരൻ ചൂണ്ടിക്കാട്ടി. വെവ്വേറെ സമയങ്ങളിലായി അരമണിക്കൂറോളം വീതമാണ് ഇരുവരെയും വിസ്തരിച്ചത്. ഇരുവിഭാഗം അഭിഭാഷകരും മുഖ്യമന്ത്രിയെയും കെ.പി.സി.സി പ്രസിഡന്റിനെയും വിസ്തരിച്ചു. പി.സി. ജോർജ്, ടി.എൻ. പ്രതാപൻ എം.എൽ.എ എന്നിവരെയും ഇന്ന് വിസ്തരിച്ചു. ജോർജ് സാക്ഷികളാക്കണമെന്നാവശ്യപ്പെട്ട എം.എൽ.എമാരായ വി.ഡി. സതീശൻ, വി.എസ്. സുനിൽകുമാർ, എ. പ്രദീപ് കുമാർ തുടങ്ങിയവരെ പിന്നീട് വിസ്തരിക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.